ജയപാൽ മാറുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, അങ്ങേ കേൾക്കാമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാകുന്നില്ലേ? ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ലേ? എന്തുകൊണ്ടാണ് എണ്ണ കമ്പനികൾക്ക് ഈ ദിവസം ഇങ്ങനെ ഇത്രയും അധികം തുക കുത്തനെ കൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം? എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും ശ്രീ ഷാബു പ്രസാദ്? നോക്കൂ പ്രതീക്ഷേ, നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണയുടെ 85% പെട്രോളിയം നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതുപോലെ LPG-യുടെ കാര്യത്തിൽ നമുക്കാവശ്യമുള്ള LPG-യുടെ ഏതാണ്ട് 80% LPG ആയിട്ട് തന്നെ നമ്മൾ നേരിട്ട് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സോഴ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മുടെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതല്ല. ആ പ്രശ്നങ്ങൾ തീർച്ചയായും അത് നമ്മളെയും ബാധിക്കും. അത് പെട്രോളിയത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മളിവിടെ 2 മാസത്തെ 3 മാസത്തെയുള്ള സ്ട്രാറ്റജിക് റിസർവ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വില കൂട്ടാൻ, അതുമല്ല ഏകദേശം 41 സോഴ്സുകളിൽ നിന്ന്, ഇപ്പം ഈ മിഡിൽ ഈസ്റ്റ് അല്ലാത്ത ധാരാളം സോഴ്സുകളിൽ നിന്ന് നമുക്ക് അത് മാനേജ് ചെയ്ത് കൊണ്ടുവരാനും കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എണ്ണ വില കൂടാത്തത്, പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില കൂടാത്തത് അതുകൊണ്ടാണ്. എന്നാൽ LPG-യുടെ കാര്യം അങ്ങനെയല്ല. LPG-യുടെ നമ്മൾ നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന LPG-യുടെ 80% ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ബാക്കി LPG നമ്മളിവിടെ ഉണ്ടാക്കുകയുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് LPG-യുടെ കാര്യത്തിൽ നമുക്ക് ഈ കൺസേൺ ഉള്ളത്, ഈ ആശങ്കയുള്ളത്. അതേസമയം പെട്രോളിയത്തിന്റെ കാര്യത്തിൽ ആ ആശങ്കയില്ല. അപ്പൊ ഇത് രാജ്യം നേരിടുന്ന നമ്മൾ ഓരോരുത്തരും പങ്കാളികളായ രാജ്യം നേരിടുന്ന ഒരു ആശങ്കയുടെ സിറ്റുവേഷനാണിത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രതിസന്ധിയെ, ഈ പ്രശ്നത്തിനെ നേരിടാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ LPG ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തില് ഇവിടുത്തെ LPG യൂസേഴ്സിന്റെ ഒന്ന് ഇടപെടട്ടെ. ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്, ജോസഫ് എറണാകുളത്ത്. ജോസഫ് പറഞ്ഞോളൂ. ഞാൻ വിളിച്ചപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറൊന്നുമല്ല. ഈ LPG-യുടെ കൂടിയാലും പഞ്ചസാരക്ക് കൂടിയാലും ചായപ്പൊടിക്ക് കൂടിയാലും ആക്ച്വലി ശരിക്കും ഹോട്ടൽ ഓണറിനല്ലല്ലോ ഇതിന്റെ ബാധ്യത വരാൻ. ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നവർക്കല്ലേ ഇതിന്റെ. അത് ആരും പറയാറില്ല. 12 രൂപ ചായ 15 രൂപയായി, 10 രൂപയുടെ കടി 14 രൂപയായി. ഇത് ശരിക്കും പറഞ്ഞ ഹോട്ടലിനേക്കാൾ കൂടുതൽ ഡയറക്റ്റ് ഉപഭോക്താവിനല്ലേ ഇതിന്റെ പാപഭാരം അല്ലെങ്കിൽ വിലക്കയറ്റം ഒഴുക്കെ അനുഭവിക്കുന്നത്. അത് ആ ഒരു ആംഗിളിൽ ആരും ചിന്തിക്കുന്നില്ലല്ലോ. എന്തിനു വില കൂടിയാലും അവസാനം ഉപയോഗിക്കുന്ന ആൾക്കല്ലേ അതിന്റെ ലോഡ് മുഴുക്ക വരാറുള്ളത്. തീർച്ചയായും അതാണ് ഡയറക്റ്റ് വരും. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ 10 രൂപ കഴിച്ചുകൊണ്ടിരുന്നത് 14 രൂപ മേടിക്കുന്നു. അപ്പൊ ശരിക്കും ആദ്യം അവർ കൊടുക്കുന്നു, രണ്ടാമത് അതിന്റെ പലിശ അടക്കം നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നു, അല്ലേ? തീർച്ചയായും. വിനീഷ് തൃശ്ശൂരിൽ നിന്ന് പ്രേക്ഷകൻ കൂടി ചെയ്തുകൊണ്ട്. വിനീഷ് പറഞ്ഞോളൂ. നമുക്കിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ കേന്ദ്ര ഗവൺമെന്റ് സിലിണ്ടർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയൊരു തട്ടുകട പോലെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിട്ടൊരു കട തുടങ്ങി കുറച്ച് നാളായിട്ടുള്ളൂ. ഹലോ, കേൾക്കാം. അപ്പൊ നമുക്ക് ഇതില് ഗ്യാസ് സിലിണ്ടർ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച ഏജൻസിയായിട്ട് ബന്ധപ്പെടുമ്പോ അവിടേക്ക് സിലിണ്ടർ എത്തുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ്. അപ്പൊ നമുക്ക് കടകള്, നമ്മൾ ഈ ഒരു തൊഴിലില് മുന്നോട്ട് പോകുമ്പോൾ കടകൾ അടച്ചിടാണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പകുതിയെങ്കിലും എണ്ണം സിലിണ്ടർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാനുള്ള ഒരു മാർഗമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് നമ്മളൊരു താല്പര്യം. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയല്ലേ, സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയല്ലേ. അപ്പൊ ഓൾറെഡി നമുക്ക് അതായത് ഓയിൽ മുതൽ എല്ലാ ഐറ്റംസിനും, അതായത് പലചരക്ക് സാധനങ്ങളും എല്ലാറ്റിനും വില കൂടുതലും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഇപ്പൊ ഗ്യാസിന് വില കൂടി ഇപ്പൊ നമ്മളെ പോലുള്ള ഒരു ഇടനിലക്കാരന് അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർക്ക് നിന്ന് പോവാനും, അതുകൊണ്ട് നമ്മുടെ കടകളിൽ വന്ന് കഴിക്കുന്ന സാധാരണക്കാർക്കും അതിന്റെ ഒരു വിലക്കയറ്റം ബാധിക്കുമെന്നാണ് നമ്മളെ ഒരു അഭിപ്രായം. അപ്പൊ ഗ്യാസ് സിലിണ്ടറിൽ നമുക്ക് മറ്റുള്ള കടകളിലേക്ക് കൊടുക്കുന്ന പോലെ, വീടുകളിലേക്കൊക്കെ സിലിണ്ടർ കൊടുക്കുന്ന പോലെ നമുക്കും കുറച്ച് എണ്ണം ഈ ചെറുകിട കച്ചവടക്കാർക്കും അതേപോലെ ഹോട്ടൽ ഉടമകൾക്കും എല്ലാവർക്കും ഇപ്പൊ കൊടുത്തുണ്ടെങ്കിൽ പകുതി കിട്ടുകയാണെങ്കിലും നമുക്ക് ഈ അടച്ചിട്ട കടകളൊക്കെ തുറക്കാൻ സാധിക്കുന്ന ഒരു അഭിപ്രായം. അപ്പൊ സർവ്വതല സ്പർശിയാണ് വിനേഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രതിസന്ധി. ശ്രീ ഷാബു പ്രസാദ്, കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതായത് ജനങ്ങൾ വ്യാജപ്രചരണം നടത്തുന്നു. ഇവിടെ വ്യാജപ്രചരണം മാത്രമാണ് നടക്കുന്നത്. എല്ലാ ദിവസവും പെട്രോളിയം മന്ത്രാലയത്തിന്റെ ബ്രീഫിംഗ് ഉണ്ടല്ലോ, ആ ബ്രീഫിംഗിൽ എന്താണ്? അപ്പോൾ വസ്തുതകളായി കാണുന്നില്ല, വ്യാജപ്രചരണമല്ല നടക്കുന്നത്. നോക്കൂ, ഹോട്ടൽ പ്രതിനിധി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ പറഞ്ഞുവല്ലോ, 3 ആഴ്ച കൊണ്ട് സാധനം കിട്ടാനില്ല. കിട്ടാത്ത സ്ഥാനത്തിനാണ് ഇപ്പോൾ വില കുത്തനെ ഉയർത്തിയിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ശരിയാവണ്ണം ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ ശ്രീ ഷാബു പ്രസാദ്? അതല്ലേ പറഞ്ഞത്. അതായത് ഇതിന്റെ യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം.
നമ്മൾ എന്തെങ്കിലും ഒരു പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അതാണ് നമ്മുടെ LPG-യുടെ, ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഒരു 80% LPG നേരിട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ സോഴ്സിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മളെയും ബാധിക്കും പ്രതീക്ഷ. അതുപോലെ പെട്രോളിയം സ്റ്റോക്ക് ചെയ്യുന്നത് പോലെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല LPG. അത് കൃത്യമായി അവിടെ നിന്ന് ഷിപ്പിൽ വരുന്നു, ബാക്കി ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നു, അത് ഉടനെ തന്നെ ടാങ്കറിൽ നിറയ്ക്കുന്നു, ടാങ്കറിൽ നിറച്ച് ബോട്ട്ലിംഗ് പ്ലാന്റിൽ എത്തിക്കുന്നു, ബോട്ട്ലിംഗ് പ്ലാന്റിൽ നിന്ന് ഏജൻസിയിലേക്ക് എത്തുന്നു, ഏജൻസിയിൽ നിന്ന് എൻഡ് യൂസറിലേക്ക് എത്തുന്നു. ഇതൊരു ചെയിനാണത്. ഈ സപ്ലൈ ചെയിൻ ഇങ്ങനെ തുടർച്ചയായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നത്. അല്ലാതെ വലിയ തോതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്ന രീതി അല്ല LPG. നമ്മുടെ കൺട്രോളിലില്ല, നമ്മുടെ കൺട്രോളിലല്ല എന്ന് പറയുന്നത് എത്രത്തോളം ഒരു അപഹാസ്യമാണ് ശ്രീ ഷാഹു പ്രസാദ്. നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങളെന്ന് രാജ്യം അല്ലെങ്കിൽ ഒരു പ്രതിനിധി, താങ്കളടക്കം എന്താണെന്ന് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പെട്രോളിയം മന്ത്രാലയത്തേക്ക് ഉദ്ധരിച്ചാണല്ലോ പറയുന്നത്. അത് തന്നെ ഒരു അപഹാസ്യമല്ലേ ഇത്? അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, അല്ല, ഈ യുദ്ധം നമ്മുടെ കൺട്രോളിലാണോ? ഇതിന്റെ സോഴ്സ് നമ്മുടെ കൺട്രോളിലാണോ? നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന സംഭവമാണത്. അത് നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയുള്ള LPG യൂസേഴ്സിന്റെ, എൻഡ് യൂസേഴ്സിന്റെ 85% ഡൊമസ്റ്റിക് യൂസേഴ്സ് ആണ്. വീടുകളിൽ എടുക്കുന്നതാണ്. പ്രയോറിറ്റി വരുമ്പോൾ കൊടുക്കുന്നത് അവർക്കാണ്. ഇവിടെ എനിക്കറിയാം, ഇവിടെ ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കുമ്പോഴും ഇവിടെ ഈ അനൂപും ഇവരെല്ലാവരും കൺട്രോളിലല്ല എന്ന് പറയുന്നു. ഇതെന്തൊരു അപഹാസ്യമാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ ഈ രീതിയിലാണ് നിങ്ങൾ ഈ ചർച്ച കൊണ്ടുപോകാൻ പോകുന്നത്? ഈ ആഗോള പ്രതിസന്ധി നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാൻ ഇല്ലേ? നമുക്ക് മറ്റൊരു പ്ലാനും ഇല്ല അല്ലേ? ആര് പറഞ്ഞു പ്ലാൻ ഇല്ലെന്ന്? ആ പ്ലാന്റെ ഭാഗമായിട്ടാണ് അതാ പറഞ്ഞത്. ഇതിന്റെ നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെയും നമ്മൾ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് പല സോഴ്സുകളിൽ നിന്ന് വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ LPG-യുടെ തന്നെ ഓൾട്ടർനേറ്റ് സോഴ്സസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ LPG-യുടെ പ്രൊഡക്ഷൻ 50% കൂട്ടിയിട്ടുണ്ട്. ഈ പ്ലാനുകളെല്ലാം ഉണ്ട്. അതെല്ലാം നടപ്പാകുന്നുമുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പ്രതീക്ഷ ആലോചിച്ച് നോക്കൂ. 2 മാസം വീടിന് പുറത്തിറങ്ങാതെ അടച്ചുപൂട്ടിയിരുന്നവരല്ലേ നമ്മൾ? ഗവൺമെന്റിന്റെ കയ്യിലാണോ അത് ആയിരുന്നു അതിന്റെ കൺട്രോള്, ആ രോഗത്തിന്റെ കൺട്രോള്? അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. ആ മാനേജ്മെന്റിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തർക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട്.